തിരുവനന്തപുരം മുതലപ്പുഴി അഴിമുഖം മണൽ മൂടി അടഞ്ഞതോടെ വീടുകളിൽ വെള്ളം കയറുകയാണ്. മണൽ നീക്കം ചെയ്യാനെത്തിച്ച ഡ്രഡ്ജറുകൾ പ്രവർത്തിക്കുന്നില്ല. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. അനന്തൻ, എന്താണ് നിലവിലത്തെ അവിടുത്തെ സാഹചര്യം? എന്താണ് ഈ ഡ്രഡ്ജറുകളുടെ പ്രവർത്തനം? അതെന്തുകൊണ്ടാണ് നിലച്ച അവസ്ഥയാകുന്നത്? അക്ഷയ, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെയാണ് മുതലപ്പുഴയിലെ ഏറ്റവും പുതിയ പ്രശ്നം. അയ്യോ, എന്തൊരു ഗതികേടാണ് മത്സ്യത്തൊഴിലാളികളുടേതെന്ന് ആലോചിക്കണം. കാരണം ഇങ്ങനൊരു ഗതികേട് കേരളത്തിലെ മറ്റു ഒരു ഹാർബറിലും ഉണ്ടാകില്ല. രാവിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകേണ്ടതാണ് മത്സ്യബന്ധനത്തിനായി. അതിനുവേണ്ടി ബോട്ട് കടലിലേക്ക് ഇറക്കാൻ, കായലിൽ നിന്ന് പൊഴി വഴി കടലിലേക്ക് ഇറക്കാൻ ഒരു കാരണവശാലും പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ വള്ളം തള്ളി ആ മണൽത്തിട്ടയുടെ മുകളിലെത്തിച്ച് അവിടെ നിന്ന് ആ വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ വെള്ളത്തിലേക്ക് ചാടി അതിൽ നിന്ന് ആ വള്ളം തള്ളി ആ മണൽത്തിട്ടയുടെ മുകളിലൂടെ തള്ളി കടലിലേക്ക് ഇറക്കുന്ന ഒരു കാഴ്ച. എന്തൊരു അപകടം പിടിച്ച അവസ്ഥയാണെന്നറിയാമോ? അവിടെ കടലും കായലിൽ നിന്നുള്ള വെള്ളവും കൂടി വന്നു ചേരുന്ന ഒരു സ്ഥലമാണ്. അവിടെ വലിയ അടിയൊഴുക്കുള്ള സ്ഥലമാണ്. അവിടെ പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽ മരിച്ചിട്ടുള്ള സ്ഥലമാണ്. അവിടെ അങ്ങനെ അറിയാമെങ്കിലും അങ്ങനെ അവിടെ ആ വെള്ളത്തിൽ ചാടി നിൽക്കുക എന്ന് പറയുന്നത് വലിയ സാഹസികമായൊരു പ്രവൃത്തി തന്നെയാണ്, വലിയ അപകടമാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ അഴിമുഖത്ത് മണൽത്തിട്ട രൂപം കൊണ്ടിരിക്കുന്നു, മണലടിഞ്ഞ് വലിയ മണൽത്തിട്ട രൂപം കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് ബോട്ടിറക്കാൻ പറ്റാത്തൊരു സ്ഥിതി. അതിനൊപ്പം തന്നെ കായലിൽ നിന്ന് വെള്ളം കടലിലേക്ക് ഇറങ്ങാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് കായലിലെ വെള്ളം കൂടി അത് സമീപത്തെ വീടുകളിലേക്കും പറമ്പുകളിലേക്കും നിറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഈ മുതലപ്പുഴയിൽ നിന്ന് അഞ്ചുതെങ്ങ് അതുപോലെ തന്നെ മരിയാപുരം ഭാഗത്തേക്ക് പോയിട്ടാണ് കടലിലേക്ക് ഇറങ്ങുന്നത്. അഴൂർ മേഖലയിൽ വെള്ളം കായലിൽ നിന്ന് കയറുന്നുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഡ്രഡ്ജറുകൾ പ്രവർത്തിക്കാത്തത്? ആര്യ, നമുക്കറിയാം, വലിയ സമരം നടത്തി മത്സ്യത്തൊഴിലാളികൾ അവിടെ ഗതാഗത തടസ്സം അടക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് അവിടെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്. അവിടെ മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടി ഡ്രഡ്ജറുകൾ എത്തിക്കാം എന്ന് സർക്കാർ ഉറപ്പ് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പട്ടം കേന്ദ്രീകരിച്ചുള്ളൊരു കമ്പനിക്കാണ് അതിൻ്റെ കരാർ നൽകിയത്. അവർ 2 ഡ്രഡ്ജറുകൾ കൊണ്ടുവന്ന് കഴിഞ്ഞ കുറേ കാലമായി മണൽ നീക്കം നടത്തുകയാണ്. പക്ഷേ ഇത്രയും വലിയ അഴിമുഖത്ത് 2 ചെറിയ ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് ഈ മണൽ നീക്കം നടത്തുന്നത്. അത് ഒട്ടും പര്യാപ്തമല്ല. ആ മണൽ നീക്കം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി മണൽ നീക്കം നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയും മണൽ അവിടെ അടിയുന്നുണ്ട്. അതിനനുസരിച്ച് ഈ 2 ചെറിയ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണൽ നീക്കം ഒട്ടും സാധ്യമല്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് മൺസൂൺ കാലമാണ്. അതിനു മുൻപ് ഈ മണൽത്തിട്ട നീക്കം ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ സംഘടിച്ച് ഒരു സമരത്തിലേക്കൊക്കെ പോകാനുള്ള ആലോചനകൾ അവിടെ നടക്കുന്നുണ്ട്. അറിയാം, എത്രമാത്രം വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്? എന്ത് ചെയ്യാനാകും? ഇങ്ങനെ വീട്ടിലേക്ക് വെള്ളം കയറി നിലവിൽ ഇപ്പോൾ എന്താ ചെയ്യാനാകുക? പെട്ടെന്നൊരു ആക്ഷൻ. കൂടുതൽ വീടുകളിൽ അങ്ങനെ ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. കാരണം 1-2 വീടുകളിലേക്കാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ അത് വലിയ ഒരു അപകടത്തിലേക്ക് പോകും. ഈ സമീപത്തെ ഈ വീടുകൾക്ക് സമീപമുള്ള പറമ്പുകളിലൊക്കെ ഇപ്പോൾ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ചില വീടുകളുടെ മുറ്റത്ത് വരെ വെള്ളം എത്തിയിട്ടുണ്ട്. അത് അല്പസമയം കൂടെ കഴിഞ്ഞാൽ അത് കൂടുതൽ വീടുകളിലേക്ക് ആ വെള്ളം കയറുന്നത് അങ്ങനെ ഉണ്ടാകും. മാത്രമല്ല, കായലിൽ നിന്ന് ഒട്ടും വെള്ളം ഈ കടലിലേക്ക് പോകുന്നില്ല എന്നാണ് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഈ മണൽത്തിട്ട അത്രയും വലിയ തോതിൽ രൂപം കൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് മണൽ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഒരു പോംവഴിയുള്ളത്. അത് സർക്കാർ ഉടൻ തന്നെ ഇടപെടണം എന്ന് തന്നെയാണ് ഈ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. അക്ഷയ.